വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ്, അതായത് മീൻ അച്ചാർ. ഇതിനു മുൻപ് ഞാൻ മത്തിയച്ചാറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ മീനച്ചാറിന്റെ തന്നെ വേണമെന്ന് പറഞ്ഞ തന്നെയാണ് മീനച്ചാറിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ പല സ്ഥലത്തും ലോക്ക്ഡൌൺ ആണ്, പല സ്ഥലത്തും മീൻ അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ അച്ചാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവരും തയ്യാറാക്കി മീൻ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. പക്ഷേ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ ചൂര പോലുള്ള ദശകട്ടിയുള്ള അധികം മുള്ളില്ലാത്ത മീൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയം പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മീനിൻ്റെ കഷ്ണങ്ങളുടെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് ഇവിടെ മീൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ വറുക്കുമ്പോൾ അധികം പൊടിഞ്ഞു പോയില്ല. പക്ഷേ നിങ്ങൾക്ക് തൊലി താല്പര്യമില്ലെങ്കിൽ തൊലി ഒഴിവാക്കിയതിന് ശേഷം മീൻ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1 കിലോ മീൻ നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് 20 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ ഒരു ബൗളിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 നുള്ള് കായത്തിന്റെ പൊടി. കായം എങ്ങനെ വറുത്ത് പൊടിക്കാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കായത്തിന്റെ പൊടി ചേർത്താലും മതി. അതേപോലെ തന്നെ 2 നുള്ള് ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണോളം ഉപ്പാണ്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഒരല്പം വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് കുഴഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ഉപ്പ് കുറച്ച് കൂടിയാലും ഉപ്പ് കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ അച്ചാർ ഇടുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കിക്കോളൂ. കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് മീനിലോട്ട് ഇട്ടതിന് ശേഷം 20 മിനിറ്റെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും എല്ലാം കറക്റ്റായിട്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മസാല പേസ്റ്റ് ആക്കിയതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ ഉലുവയും കായൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഉലുവ വെറുതെ എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചാലും മതി. നമ്മൾ എന്തായാലും ഒന്ന് വഴറ്റിയിട്ടാണ് എപ്പോഴും അച്ചാറോ അല്ലെങ്കിൽ എന്തുണ്ടാക്കുമ്പോഴൊന്ന് വഴറ്റി ചേർക്കും. പക്ഷേ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾ കേടാവാതെ ഇരിക്കും. ഓക്കെ, ഇത് ഒരു മിനിമം 20 മിനിറ്റ് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ പുറത്ത് അടച്ച് വെച്ചാലും മതിയാകും. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിലോട്ട് മസാല പിടിച്ചോളും. കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. പക്ഷേ മിനിമം 20 മിനിറ്റെങ്കിലും ഇതേപോലെ പുരട്ടി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വറുത്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മീൻ പുരട്ടി വെച്ചിരിക്കുന്നതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടണ്ട. നമുക്ക് 2-3 ബാച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ആദ്യത്തെ ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്ല, നമ്മൾ സാധാരണ വറക്കണ പോലെ സോഫ്റ്റായിട്ട് വറക്കാൻ പാടില്ല അച്ചാർ ഇടുമ്പോഴും. അത് കരിച്ച് കളയരുത് കേട്ടോ. അപ്പം മീനിൻ്റെ കഷ്ണങ്ങളിൽ ഇങ്ങനെ കുറച്ച് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ ഇച്ചിരി ദൂരെ മാറി നിൽക്കണേ, അല്ലെങ്കിൽ മൂത്തിയൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് കോരി മാറ്റി ഒരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അങ്ങ് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മീനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2ാമത്തെ ബാച്ചും ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ മീൻ വറുത്തിട്ടുള്ള എണ്ണയില്ലേ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നമ്മൾ മീൻ വറുത്ത എണ്ണയും ബാക്കി കുറച്ച് നല്ലെണ്ണയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അച്ചാറാണെങ്കിൽ അത്യാവശ്യം എണ്ണ വേണം, എങ്കിലേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്യാം. ഇതിലോട്ട് അതിന് ശേഷം കടുകും വറ്റൽമുളകൊക്കെ താളിക്കണം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിലോട്ട് 2.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. ഞാനിപ്പോൾ ഇതിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. 2.5 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ
കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടി. ഇത് പൊടി ഈ കായത്തിൻ്റെ പൊടി ഉലുവയുടെ പൊടിയും കൂടുതലായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം എന്താ പറ്റുമെന്ന് വെച്ചാൽ കയ്പ്പ് വരും നമ്മുടെ അച്ചാറിന്. അതുകൊണ്ട് ഒരുപാടൊന്നും ഇടാൻ പാടില്ല. പിന്നെ നമ്മൾ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഈ കായവും ഉലുവയും ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഏകദേശം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി. ഞാൻ 20 അല്ലി വെളുത്തുള്ളി, അതായത് 2 കുടം വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എണ്ണയുടെ ചൂട് മീഡിയം ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അച്ചാറുണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ഇഞ്ചി, അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. ഇഞ്ചി കുറച്ച് മതി, അതേസമയം വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 15 പച്ചമുളക് വളരെ നൈസാക്കി, അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞാലും മതി. ഇപ്പോൾ വെളുത്തുള്ളി ആണെങ്കിലും നീളത്തിൽ അരിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ചെറുതാക്കി അരിഞ്ഞു എന്ന് മാത്രം. 15 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 തണ്ട് കറിവേപ്പില ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇത് വഴറ്റണം കേട്ടോ. 5 മിനിറ്റ് ആയിട്ടും ഇത് അത്ര അങ്ങോട്ട് ക്രിസ്പി ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് 5 മിനിറ്റും കൂടെ മിക്കവാറും വേണ്ടി വരും. മൊത്തം 10 മിനിറ്റ് വേണ്ടി വരും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാൻ. നിങ്ങൾക്കിപ്പോൾ ഈ അച്ചാറിലേക്ക് വെള്ളം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഓയിലിൻ്റെ അളവ് കൂട്ടി ഒഴിച്ചു കൊടുക്കണം. അതേസമയം ഞാനിപ്പോൾ ഈ അച്ചാറിൽ വെള്ളം ചേർക്കാൻ പോവുകയാണ്. ഞാൻ ഏത് അച്ചാർ ഉണ്ടാക്കുമ്പോഴും വെള്ളം ചേർക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇട്ടിരുന്ന ഒരു മാങ്ങ അച്ചാറിൽ മാത്രമാണ് ഞാൻ വെള്ളം ഉപയോഗിക്കാതിരുന്നത്. അത് ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ്. പക്ഷേ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറൊന്നും കേടാവില്ല. അത് ശരിയായ രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം നമ്മൾ അച്ചാർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ഇതായിട്ട് അത് കരിഞ്ഞിട്ടുമില്ല, പക്ഷേ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ കുറയ്ക്കാം. ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ തന്നെ ആദ്യം ഇട്ടാൽ മതി. അതിന് ശേഷം മാത്രം നമുക്ക് തീ കൂട്ടിയിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റോളം ഇട്ട് വഴറ്റിയിട്ടുണ്ട്. ഈ നമ്മുടെ ചേർത്തിരിക്കുന്ന മുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടുവെള്ളവും വിനീഗറുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിൽ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കാം. വിനീഗർ ഞാനിപ്പോൾ 1 കപ്പ് കൂടി എടുത്ത് അളന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ 1 കപ്പ് മുഴുവനും ചേർക്കേണ്ട. ആദ്യം 1/4 കപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നോക്കാം, അതായത് 1/4 ഗ്ലാസ്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എക്സ്ട്രാ ചേർത്താൽ മതി. കാരണം ഒരുപാട് പുളി ആയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ തീ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ഗ്ലാസ് ചൂടുവെള്ളം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ആൾക്കാർ ക്യൂ ആണ് കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇത് പോരാ. ഇപ്പോൾ നമ്മൾ മീനൊക്കെ കഴിക്കാത്ത ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അവസാനം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് അറിയാലോ ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും. ആൾക്കാർ വെയിറ്റിംഗ് ആണ് അച്ചാർ കഴിക്കണവർക്ക് ആദ്യം മീൻ ഇട്ട് കൊടുക്കല്ലേ. അങ്ങനെ വേണ്ട, ആരാണെങ്കിലും അവസാനം മീൻ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അധികം പിടിക്കില്ലേ? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലേ അതിലോട്ട് വലിക്കുള്ളൂ. എരിവ് അത്യാവശ്യത്തിന് പുളി കറക്റ്റാണ്. അപ്പോൾ ഞാനിതിലേക്ക് 2.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ചേച്ചി ഉപ്പിൻ്റെ അളവ് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇത് ഒരു 5 മിനിറ്റോളം തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഈ വിനീഗർ നന്നായി തിളക്കണം. വിനീഗർ തിളച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അച്ചാർ കേടായി പോവും. അച്ചാറിൽ പുളി ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും അച്ചാറിലോട്ട് വിനീഗർ നമുക്ക് ഒഴിച്ച് ചേർക്കാൻ പറ്റും. പക്ഷേ തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാറ് അത്യാവശ്യം 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹീറോനെ ഇട്ട് കൊടുക്കാം. 1 കിലോ എന്ന് പറഞ്ഞിട്ട് വറുത്ത് വരുമ്പോൾ ഒന്നും ഇല്ലാത്ത പോലെയാണല്ലേ. ഓക്കെ, ഇനി മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നമ്മുടെ അച്ചാർ തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് മാറ്റി വെക്കണം. 10 മിനിറ്റ് തിളയ്ക്കുമ്പോഴാണ് ഈ മീനിലോട്ടൊക്കെ ഈ ചാറ് ഉള്ളിലോട്ട് കയറുള്ളൂ. ഇനി ഇരിക്കും തോറും നമ്മൾ കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് ഉള്ളിലോട്ട് ചാറ് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറ് ഞാൻ 10 മിനിറ്റ് തിളപ്പിച്ചു കേട്ടോ. അതിനുശേഷം എന്താ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ചാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചാറ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. കാരണം അച്ചാറിൽ ഒരുപാട് ചാറുള്ളതാണെങ്കിൽ ചിലവർക്ക് ഇഷ്ടമാണ്, ചിലവർക്ക് നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം സമയം വറ്റിച്ചെടുത്താൽ മതിയാകും. പക്ഷേ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അച്ചാറിൽ അത്യാവശ്യം ചാറുണ്ടാവാറുണ്ട്, പക്ഷേ കഷ്ണങ്ങൾ കുറവായിരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അത് പ്രിഫറൻസ് അതനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഓക്കെ, അപ്പോൾ എണ്ണ അത്യാവശ്യം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എണ്ണ നമ്മൾ ഒരു കുപ്പിയിലിട്ടതിന് ശേഷം മേലത്തെ ഭാഗത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ കേടാവില്ല. ഇവൻ പുറത്ത് വെച്ചാൽ പോലും. പിന്നെ നല്ല ഒരുപാട് ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ
ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ 6 മാസം വരെയൊക്കെ അച്ചാർ സുഖമായിട്ട് കേടാവാതെ ഇരുന്നോളും. പക്ഷേ മീനച്ചാറൊക്കെ ആണെങ്കിൽ 6 മാസം ഇരിക്കാൻ വഴിയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലവായി പോകും. അപ്പോൾ എത്ര ഉള്ളൂ പരിപാടി. അപ്പോൾ ടേസ്റ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിനീഗർ തിളപ്പിച്ച് ആറിയതിന് ശേഷം ഒഴിക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എരിവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലോട്ട് നമുക്ക് മാറ്റാം. എപ്പോഴും പ്ലാസ്റ്റിക് കുപ്പി ഒഴിവാക്കാം. ഗ്ലാസിൻ്റെ കുപ്പികളുണ്ടെങ്കിൽ അതിലിട്ട് വെക്കുകയായിരിക്കും ഏറ്റവും സേഫ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇതാ ഫോട്ടോ എല്ലാം എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഈസി ആയിട്ടുള്ള മീനച്ചാർ. അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ജാൻചേട്ടനൊക്കെ കഴിച്ചിട്ട് അസലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീനച്ചാറൊക്കെ ആണെങ്കിൽ ഒരു 3-4 ദിവസം ഇരിക്കുമ്പോഴാണ് ആ മീനിലോട്ടൊക്കെ നല്ലതായിട്ട് ഈ വിനീഗറും മുളകൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. കൊതി മൂക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീസോ പോലെ ആവരുതേ. ബാൽക്കണിയിൽ വെച്ചിട്ടാണ് ഇവിടെ അച്ചാർ കഴിക്കാൻ പോണേ. ആ മുളക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചതല്ലേ. ചോറൊക്കെ വെറുതെ ഭംഗിക്ക് കഴിക്കുന്നില്ല. ചോറ് ഭംഗിക്കാണോ? കറക്റ്റ് അല്ലേ? എരിവും പുളിയും അടിപൊളിയായിട്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിക്കോ. ചേട്ടൻ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതെ അതെ, അപ്പോഴാണ് ആ കറക്റ്റ് ആയിട്ടുള്ള അച്ചാറിന്റെ എല്ലാം പിടിച്ച്. ഇവിടെ അച്ചാറുണ്ടാക്കിയ പ്രശ്നം അതാ. ചിക്കൻ അച്ചാർ ഉണ്ടാക്കി വെക്കും, 2 ദിവസം കൊണ്ട് ആവി തീർക്കും. അത് ഇപ്പൊ കുറെ ദിവസമായി ചിക്കൻ അച്ചാർ ഉണ്ടാക്കി. അപ്പൊ മീനച്ചാറാണെങ്കിൽ പിന്നെ ജാൻചേട്ടൻ മാത്രം കഴിക്കുള്ളൂ. അതുവിന് പുളി ഇഷ്ടമല്ല. അപ്പൊ താങ്ക് യു ചേട്ടാ. ക്യാരി ഓൺ. ഇതിന്റെ കാതലായ കാര്യം എന്ന് പറഞ്ഞാല് എന്റെ ഒരു സജഷനാണ്, മീനിന്റെ തൊലിയിലെ കഷ്ണം ഉണ്ടാവും. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മീനിന്റെ തൊലിയുടെ. ഞാൻ സാധാരണ രീതിയിൽ മീനിന്റെ തൊലി ഇടാറില്ല. പിന്നെ മീൻ കഴിക്കുന്നവർക്കല്ലേ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അച്ചാറുണ്ടാക്കുന്ന ഒരു അച്ചാറിൽ ഇതുവരെ ഞാൻ കണ്ടില്ല. അവിടെ ഞാൻ ചെയ്യാൻ പറ്റും. ആൾക്കാർ ചെയ്യാന്നല്ലേ നമ്മളെ താടി പിടിച്ചോളൂ കേട്ടോ. വേഗം പോയിട്ട് മീശൻ താടി കൂടി. ബൈ.